വിചാരിക്കും ഇവിടെ വെള്ളം ഇല്ലാത്തോണ്ട് ഞാൻ കണ്ണീര് കൊണ്ട് തോർത്ത് കഴുകുക. നല്ല ഞാൻ കരയുവാ. ഞാൻ സത്യമായിട്ട് ഞാൻ കരയുവാത്. സങ്കടം കൊണ്ട, വേദന കൊണ്ട കരയുക. അത് കണ്ണി കൈ കൊണ്ട. എനിക്കിത് വേണം. ഓ എന്ന് വെച്ചാ വന്നിരിക്കുന്നത് മൻസൂർ അലിഖാൻ. അയ്യോ, ഫിഗർ ഷോ കാണിക്കാൻ വന്നതല്ല, നിന്റെ ഈ ഷോ കണ്ടോണ്ട് നിന്നതാ ഇവിടെ. എന്ത് പാടി ഇത്? നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ ഈ മുഖം കറപ്പിച്ചോണ്ട് ഇരിക്കാനുള്ള പരിപാടി. എന്ത് പാടി? അപ്പൊ ഇന്നലത്തെയോ? ഇന്നലെ വൈകുന്നേരം മുതല്. ഇന്നലെ വൈകുന്നേരം മുതലോ? എന്റെ നിയമം എന്തൊരു കഷ്ടമാന്ന് പറ. എന്ത് വല്ലോണ്ട് വാതുറന്ന് പറയേണ്ടത് എന്തോ കാര്യമെന്ന് പറ. ഇങ്ങനെ കാണിച്ച കാര്യം നടക്കൂടി. എടി, പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ അതിന്റെ കാരണം പറ. നീ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം പറ. എടി, കൈകെട്ടിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത്. എടി, എന്തോ അത് കാര്യം പറയാനെ കൊണ്ട്. എന്റെ നിയമം ഇവിടെ കവിളിനകത്ത് ഹൈഡ്രൈനായിരുന്നു. ഇവിടെ കൊണ്ട് അങ്ങ് പറഞ്ഞങ്ങ് പോയേനും അങ്ങ്. എന്ത് പാടി നിന്റെ വിഷമം പറയാനെ കൊണ്ട്? ശ്വാസം പിടിച്ചു വെച്ചേക്കുന്നതായിരുന്നു എന്റെ വിഷമം. അല്ല പിന്നെന്ത് വന്നു? അണ്ണ ഇത്രയും നേരം എന്നോട് ചോദിച്ചില്ലയോ? ആ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ അണ്ണനോട് തല ഊരി പിടിത്ത് വിടല്ലേ പൊന്നെ. കാര്യം പറഞ്ഞു. ഇങ്ങോട്ട് വന്നിരുന്നു. എന്തിന് ഇങ്ങോട്ട് വന്നിരുന്ന്? ഇത് വന്ന് കാര്യം പറ. ഞാൻ ഇന്നലെ തൊഴിലുറപ്പിന് പോയിട്ട് നേരത്തെ വന്നില്ലയോ? ഇന്നലെ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വയ്യാഴിക ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ രാജിയോട് പറഞ്ഞു, രാജി ഞാൻ നേരത്തെ അങ്ങോട്ട് വീട്ടിൽ പോവാ, അഥവാ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് നിന്നേക്കണേ. ഞാനാന്ന് അവരങ്ങ് വിശ്വസിച്ചു എട്ടിയത് കയറ്റാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്നെണ്ണ. അത് കഴിഞ്ഞായിരുന്നു അവരുടെ ചായയും കടിയൊക്കെ വന്നത്. ചായയും കടിയും കിട്ടിയില്ല, അതിന്റെ വിഷമോ? അതല്ല, പിന്നെന്ത് പാടി? ഞാനിങ്ങ വന്നല്ലോ. അന്നേരം ജലജ ഉണ്ടല്ലോ, രാജിയോട് പറയുവാന്നേ ഞാന് മിനി പഴക്കാളിയാന്ന്. അത്രയുള്ളൂ? അന്ന് വന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞത്. ഞാൻ പഴക്കാളിയാന്നോണ്ടോ ഞാൻ. അയ്യോ, നീ ഇത്രയുള്ളോ നീ? ഇത് ചുമ്മാ പറയുന്നതല്ലേടി. അത് ആണ്ടോടാ എടി, അത് ചുമ്മാ പറയുന്ന. നീ എന്തിനാണ് കാര്യം വെക്കുന്നത്? ആണോ ചോദിക്കണം? ഞാനോ? ആരോട് ചോദിക്കാൻ? രാജിയോട്. ഞാൻ പോയി ചോദിക്കാനോ? എന്നിട്ട് വേണം ഞാൻ പഴക്കാളിയാണെന്ന് അവള് പറഞ്ഞു കിടക്കാൻ. ഞാൻ പോയി ചോദിക്കത്തില്ല. എന്നെ എങ്ങനെയൊന്ന് സമാധാനം. എനിക്ക് വയ്യ, ഞാൻ പോയി ചോദിക്കത്തില്ല. പിന്നെ ഞാൻ പഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനെ കൊണ്ട്. പഴക്കാളിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, എനിക്ക് അങ്ങ് തളരുവാന്ന്. ഇങ്ങോട്ട് നോക്കിയേ. നീ വടക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം. നിനക്കത് അറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നീ വഴക്കാളി അല്ലെന്നാ പറഞ്ഞത്. വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ അത്? വീട് ഒരു ക്ഷീണമൊക്കെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്ക്. കണ്ടോ? അപ്പൊ ഞാൻ വൃത്തിയില്ലാത്തല്ലേ പറഞ്ഞത്? അയ്യോ, അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനല്ല പറഞ്ഞത്. എടി, കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും. അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞുള്ളൂ. കരിക്കണമല്ല. നമ്മുടെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കത്തില്ലേ? അതിനകത്ത് താഴെ ഒരു പൊൻകുടം ഇരിക്കുന്നില്ലേ? ആ പൊൻകുട വാങ്ങി. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത്. അല്ല മോളെ, നീ അതുപോലെ എനിക്ക് വയ്യ. അവിടെ കേൾക്കുന്നത് ഞാൻ കേൾക്കണ. എനിക്ക് സഹിക്കാനുള്ള ശക്തി ഇല്ല എനിക്ക്. എടി, അതൊക്കെ വിടം. നീ എന്തൊരു കഷ്ടമാന്ന് പറ. എന്താ ചെയ്യണം പറഞ്ഞാ? എന്താ ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നീ മിണ്ടത് അനങ്ങാതൊരിടത്തിരിക്കാമോ? അപ്പൊ ഞാൻ കുഴിമടിച്ച് അയ്യോ, അണ്ണന് പണിസ്ഥലത്ത് പോയി പറയണം. അണ്ണന്റെ ഭാര്യ കുഴിമടിച്ച് അണ്ണൻ ഒന്നും ചെയ്തു തരത്തില്ലെന്നല്ലയോ? നേരം